ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ വേണ്ടാത്ത കുറേ ചിലവുകളൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ആ ഒഴിവാക്കൽ കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഒരിക്കലും അല്ലാതെ ഞാനൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടോ ഒന്നുമല്ല. അപ്പം നമ്മൾ സാധാരണ എൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ നോർമലി എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കാറുള്ളതെന്ന് പറയുന്നത് സാലറി കിട്ടുന്ന അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്നുള്ള രീതിയിലാണ് കൂടുതലും ആൾക്കാരും പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എത്രയോ വർഷം കൊണ്ട് ജോലി ചെയ്യുകയാണ്, പ്രത്യേകിച്ച് എനിക്ക് സേവിങ് ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശരിക്കും എനിക്ക് അവരോട് പറയാനുള്ളതും, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എത്ര രൂപയാണോ സാലറി കിട്ടുന്നത്, ഇപ്പം നമുക്ക് കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ എത്രയായിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന കാശിനകത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അത് നിങ്ങൾ സേവിങ് എന്ന മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ മാറ്റി വെച്ച് ശീലിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നല്ലൊരു സേവിങ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു 10,000 ആണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു 500 രൂപയെങ്കിലും നിങ്ങളതിനകത്തുനിന്ന് മാറ്റി വെക്കാൻ പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇൻകത്തിനകത്തുനിന്ന് നിങ്ങൾക്കൊരു 500 രൂപയെങ്കിലും ശരിക്കും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മൾ എത്ര പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമുക്ക് അതിനകത്തുനിന്ന് ഒരു രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ശരിക്കും സക്സസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയും ഞാൻ പണ്ട് ഭയങ്കര സംഭവമായിരുന്നു, പക്ഷേ ഒന്നും നേടാൻ പറ്റിയില്ല. ആരുടെ കുഴപ്പമാണ് നേടാൻ പറ്റാതെ പോയത്? നമ്മുടെ കുഴപ്പമാണ്? അല്ല, അന്ന് അതിനെക്കുറിച്ച് അവർ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത്. അപ്പം അതൊന്നും നമ്മുടെ ലൈഫിലും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പം എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്പെൻസുകളും ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞു തരുന്നത്. സേവിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാർക്കൊന്നും വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല, വളരെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മിഡിൽ ക്ലാസ് ഇൻകം എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സേവിങ് മെൻറ്റാലിറ്റികളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നാട്ടിൽ വീടിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചിട്ടി നടത്തുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അപ്പം അവരുടെ കൂടെയൊക്കെ ചിട്ടിക്ക് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചിട്ടിക്ക് ചേരുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം സ്വർണ്ണക്കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ മാസാമാസം സ്കീമിനകത്ത് ചേർന്നിട്ട് സ്വർണ്ണം മേടിക്കാൻ പറ്റും. പിന്നെ അതൊക്കെ നമുക്ക് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, സ്വർണ്ണത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഒരു 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 വ്യൂ ഉണ്ടായിരിക്കുക, ഒരു മാസം അല്ല ഒരു വർഷം എനിക്ക് 1 പവൻ മേടിക്കണം, അല്ലെങ്കിൽ 1/2 പവൻ മേടിക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു വർഷം ഒരു 3 പവൻ്റെ സ്വർണ്ണമെങ്കിലും വാങ്ങി വയ്ക്കണം എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ മുന്നോട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും. പിന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പൈസ നമ്മളിപ്പോൾ ഒരു ചിട്ടി അടിച്ചു, സപ്പോസ് ഇപ്പോൾ ചിട്ടി അടിച്ചു, ഇപ്പോൾ ഒരു ചെറിയൊരു ഫണ്ട് നമുക്ക് കിട്ടി, നമ്മൾ എവിടെയെങ്കിലും അത് സേവ് ചെയ്തു. ആ സേവിങ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങ് മറന്നേക്കണം. അതവിടെ ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനിൽ നിങ്ങൾ ജീവിക്കാനേ പോകരുത്. അങ്ങനെ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്നത് അതവിടെ ഉണ്ട് അങ്ങനെയുള്ളൊരു ചിന്തയായിരിക്കും. ആ ഒരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആദ്യമേ എടുത്ത് കളയുക. അതവിടെ ഇല്ല. അത് നിങ്ങളുടെ ഒരു ടൈം ബീയിങ് കഴിയുമ്പം നിങ്ങൾക്കുള്ള പൈസയാണെന്നുള്ളൊരു കാൽക്കുലേഷനിൽ വേണം നിങ്ങളെപ്പോഴും ഏത് പൈസ എവിടെ സേവ് ചെയ്യാനായിട്ട് ഇട്ടാലും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കുന്നത്. ഞാനൊക്കെ ഒരിക്കലും ഒരു പൈസ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനിൽ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഇല്ല എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് മുന്നോട്ട് ഉള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈഫിലൊരു ഹാർഡ് സിറ്റുവേഷൻ വരുവാണ്, പൈസയ്ക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നു.
അപ്പോൾ നമുക്ക് ഈ പൈസയൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പൈസയൊക്കെ എടുക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു സേവ് ചെയ്യുന്ന ചെറിയ എമൗണ്ടിനെ എയിം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാതിരിക്കുക. നമുക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്ത കാലത്തോളം നമ്മൾ അൺസെക്യൂറാണ്. അപ്പം നമ്മളായിട്ട് തന്നെ ചെയ്തു വയ്ക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രിക്വേഷൻ നമ്മൾ എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ടൈമിങ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക തന്നെ വരും. അല്ലാതെ അന്നേരം നമ്മളെ ഈ സഹായിച്ച ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ ആരും ഹെൽപ്പ് പോലും ചെയ്യത്തില്ല. അപ്പം നിങ്ങളെപ്പോഴും ഒരു എന്താണ് സേവിങ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. എല്ലാം ഇങ്ങനെ ചിലവാക്കി കളയാതെ കഴിവിൻ്റെ പരമാവധി പറ്റുന്ന എത്ര ആണോ ആ ഒരു പൈസ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുണ്ട്, SIP. അതെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. SIP എന്ന് പറയുന്നത് ഇപ്പം എന്താണ് അതിപ്പം SIP സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 റുപ്പീസിലാണ്. അപ്പം അങ്ങനെ ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും SIP സ്റ്റാർട്ട് ചെയ്യാൻ. ഏകദേശം ഞാനൊരു 2009 മുതൽ SIPയിൽ ഉള്ളൊരു വ്യക്തിയാണ്. SIP എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മ്യൂച്വൽ ഫണ്ട് SIPനെ കുറിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. അപ്പം ഒരു അത്രയൊക്കെ പൈസ എടുക്കാൻ ഇപ്പോൾ അതായത് 5,000ഉം അതിൻ്റെ മുകളിലോട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ SIP തന്നെ അവരോട് പറയത്തുള്ളൂ. SIP നിങ്ങൾ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയൊരു എമൗണ്ടായിട്ടായിരിക്കും നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്നത്. എനിക്കതിനെക്കുറിച്ച് അത്രയും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയാം. ബട്ട് എനിക്കതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സജഷൻ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മുടെ എക്സ്പെൻസ്. നമ്മൾ സേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അൺവാണ്ടഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും പൈസയും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ എക്സ്പെൻസസിനകത്ത് കുറേ കാര്യങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്തുള്ളതുണ്ട്. എൻ്റെയൊക്കെ ചെറുതിലെ, അതായത് ഞാനൊക്കെ കൊച്ചായിരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങിക്കുക എന്ന് പറയുന്നത് 2 പ്രാവശ്യമാണ്. ഒന്ന് ഓണത്തിനും ഒന്ന് സ്കൂൾ തുറക്കുമ്പോഴും. ഈ ഒരു ടൈമിലാണ് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കണ്ടമാനം ഡ്രസ്സുകളാണ് വാങ്ങിക്കുന്നത്. അതിപ്പം എല്ലാവരും ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ചെറുതുമല്ല, അതൊരു വലിയ എക്സ്പെൻസാണ്. കാര്യം നമുക്ക് എന്താ പറയുക, ഈവൻ ഒരു ചെറിയ ചുരിദാർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു സാരി മേടിക്കണം, അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും വാങ്ങിക്കണം എങ്കിൽ പോലും ഒരു നല്ലൊരു എമൗണ്ട് അവിടെ ചിലവാകും. ഇപ്പോൾ എല്ലാ മാസവും ഡ്രസ്സ് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സത്യത്തിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാ മാസവും ഡ്രസ്സൊക്കെ മേടിക്കേണ്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ എല്ലാ മാസവും ഡ്രസ്സൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പൈസയൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു വേയിലൂടെ ചിന്തിച്ചാൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീടുകളിൽ കറണ്ട് യൂസേജ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക. അപ്പം കറണ്ട് ബില്ലൊക്കെ കുറയത്തില്ല. നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇത് നമ്മളായിട്ട് കൂട്ടുന്നതുമാണ്, നമ്മളായിട്ട് കുറയ്ക്കാനും പറ്റുന്ന കാര്യങ്ങൾ. അപ്പം കറണ്ട് ബില്ല്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാരെല്ലാം ഒരുപാട് ജങ്ക് ഫുഡ്സുകൾ കഴിക്കാറുണ്ട്. പുറത്തുനിന്നുള്ള ഫുഡ്സുകൾ രാത്രിയിൽ കൂടുതലും ഡിന്നറാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെയൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള, നമ്മുടെ ഇൻകത്തിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ലക്ഷറിയസ് സാധനങ്ങളാണ് ആൾക്കാരൊക്കെ മേടിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും അതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കാശില്ല എങ്കിലും നമുക്ക് കടം തരാനും ലോൺ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാനും എല്ലാ ഷോപ്പുകാരും എല്ലാം ഉണ്ട്.
അപ്പം ആ ഒരു വേയിലൂടെ തന്നെ പോയി ലക്ഷറിയസ് സാധനങ്ങൾ മേടിക്കുന്നു. ശരിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അല്ലേ. നമുക്ക് ഇല്ലാത്തൊരു കാശ് നമ്മൾ പിന്നെ എന്തുവാ ലോൺ വഴിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മളത് തിരിച്ചടയ്ക്കുന്നത്. നേരെ മറിച്ച് നമ്മളും ചിന്തിച്ച് നോക്ക്, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ലോൺ അടയ്ക്കുന്ന പൈസ നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ മാറ്റി വെച്ചാൽ അത് നമുക്കൊരു സേവിങ് അല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് ചില ഹസ്ബൻഡുമാരോടും പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ഇൻകം എത്രയാണെന്നുള്ളത്, പിന്നെ ഇപ്പം കുറവുള്ളവരുണ്ടാകും, കൂടുതൽ ഇൻകം കുറവുള്ള ഹസ്ബൻഡ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വൈഫിനോട് അത് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരും ഉണ്ട്, ഹസ്ബൻഡിൻ്റെ ഇൻകം എന്താണെന്ന് വൈഫിന് അറിയാത്തത് കൊണ്ട് ജീവിതം ഇങ്ങനെ ഒരു താളം തകിടം മറിഞ്ഞ് കിടക്കുന്ന ലൈഫുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് കാരണം ഹസ്ബൻഡ് വൈഫിനോട് പറയാറില്ല ഇത്ര രൂപ എനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പം നോർമലി ഇപ്പോൾ വൈഫ് പറയുകയാണ് എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് കടം മേടിക്കുകയാണ്. കടം മേടിച്ച് ആഗ്രഹം സാധിച്ചു കൊടുക്കുവാണ്. അപ്പം അല്ലെങ്കിൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ പിണങ്ങിയിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഹസ്ബൻഡ് അവിടെ കടക്കാരനാവുകയാണ്. അപ്പം അതൊരു വൈഫിനോട് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80% വൈഫുമാർ എന്തായാലും സപ്പോർട്ട് ചെയ്യും, അവൻ്റെ റിയാലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. ചില വൈഫുമാർ എത്ര ഇൻകം ഉണ്ട് എന്ന് അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചില സിറ്റുവേഷനിൽ, അതൊരു മീഡിയം ലെവലിലുള്ള ആൾക്കാരുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചില സിറ്റുവേഷനിൽ അത് അറിയാതിരിക്കുന്നത് തന്നെയാണ് ലൈഫിനും സേഫ്. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പം ഹസ്ബൻഡ് ആ ബർഡനകത്ത് കിടന്നിങ്ങനെ ഇങ്ങനെ കടങ്ങളുമായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യാതെ നിങ്ങൾക്കും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും വൈഫന്മാർക്ക്. വൈഫിനെയും തിരിച്ച് ഹസ്ബൻഡുമാരും സപ്പോർട്ട് ചെയ്യുക. അപ്പം രണ്ടുപേരും ഏർണിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇൻകം സേവ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ ആ കൊച്ചു അറിവിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എത്രത്തോളം യൂസ്ഫുള്ളായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല, എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.